ഡൽഹിയിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ഡൽഹി ഹൈക്കോടതി. കപിൽ മിശ്ര, അനുരാഗ് ഠാക്കൂർ, പർവേസ് വർമ്മ, അഭയ് വർമ്മ എന്നിവരുടെ പ്രസംഗങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഡൽഹി പോലീസ് കമ്മീഷണർ നാളെ നിലപാട് അറിയിക്കണം. ആരും നിയമത്തിന് അതീതരല്ലെന്നും 1984 ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എസ് മുരളീധർ വ്യക്തമാക്കി. ഹർജി പരിഗണിച്ച ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇന്നത്തെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഡൽഹിയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിലവിൽ നടക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് അയവും ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ സംഘർഷം എങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു, ആരൊക്കെയാണ് കലാപത്തിന് ആഹ്വാനം നൽകിയത്, നേതാക്കളുടെ പരാമർശങ്ങളും പ്രസംഗങ്ങളും കലാപത്തിന് പ്രകോപനപരമായ പിന്തുണയായി മാറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് കോടതി ഇന്ന് ഇടപെട്ടത്. ഈ ഹർജികൾ പരിഗണിക്കവേ വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തി. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ, ഡൽഹി ഹൈക്കോടതി ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും ചെയ്തു. ഈ കലാപ വിഷയം കോടതിയിലെത്തിയപ്പോൾ കോടതി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങളും കോടതിയുടെ ഇടപെടൽ ഏത് നിലയ്ക്കാണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്ത് ഒരു 1984 ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. സിഖ് വിരുദ്ധ കലാപത്തിന് സമാനമായ ഒരു സാഹചര്യം രാജ്യത്തുണ്ടാകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ കലാപ സാഹചര്യത്തെ, സംഭവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ പ്രകോപനപരമായി പ്രസംഗിച്ചവർക്കെതിരെ കേസെടുക്കണം. ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ പ്രസംഗങ്ങൾ ഈ കലാപത്തിന് ആഹ്വാന സ്വഭാവത്തിൽ മാറിയിട്ടുണ്ടോ, അതിന് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടോ, അതിന് ആ പ്രകോപനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ടോ എന്നതാണ്. ആ കാര്യത്തിൽ കോടതി നിലപാട് സ്വീകരിക്കുകയും കോടതി ഈ നേതാക്കളുടെ പ്രസംഗങ്ങൾ കോടതി മുറിയിൽ ഇട്ട് കേൾപ്പിക്കുകയും ചെയ്തു. ഈ കാര്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി ചോദിച്ചു. പക്ഷേ താൻ ടെലിവിഷൻ കാണാറില്ല, ഇത്തരം കാര്യങ്ങൾ തന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ് തുഷാർ മേത്ത നിലപാടെടുത്തത്. പക്ഷേ കോടതിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് എടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനോട് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ധാരാളം ടെലിവിഷൻ ഉണ്ടാകുമല്ലോ, ഇത്തരം വാർത്തകൾ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് കോടതി ചോദിച്ചു. അതിനുശേഷമാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ആ പ്രസംഗങ്ങൾ കേൾക്കാമെന്ന് കോടതി നിലപാടെടുത്തത്. അനുരാഗ് ഠാക്കൂർ, കപിൽ മിശ്ര, പർവേസ് വർമ്മ എന്നിവരുടെ പ്രസംഗം ഇന്ന് കോടതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ പ്രസംഗം ഏതെങ്കിലും തരത്തിൽ കലാപങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടോ, അതിന് സാധ്യതയൊരുക്കിയിട്ടുണ്ടോ എന്നതായിരുന്നു കോടതി അന്വേഷിച്ചത്. സംഘർഷബാധിതർക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ വേണ്ടിയാണ് അമിക്കസ് ക്യൂറിയെ കോടതി നിയോഗിച്ചിരിക്കുന്നത്. അക്രമികൾക്കെതിരെ, അതായത് 23 പേരാണ് ഈ സംഘർഷത്തിൽ, ഡൽഹി കലാപത്തിൽ മരിച്ചിട്ടുള്ളത്. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കോടതി ഇന്ന് ഈ വിഷയത്തെ കണ്ടത്. മരണം 23 ആയിരിക്കുന്ന സാഹചര്യത്തിൽ അക്രമികൾക്കെതിരെയുള്ള നടപടി ഒരു കാരണവശാലും വൈകരുത് എന്ന് കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ നൽകണം. അതായത് കലാപബാധിതർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അമിക്കസ് ക്യൂറിയെ കോടതി ഇന്ന് നിയമിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുബൈദ ബീഗമാണ് അമിക്കസ് ക്യൂറി. ഈ കലാപബാധിതരായ ആളുകൾക്ക്, ഇതിന് ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ സംഘർഷത്തിൽ കാണാതായ IB ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു ഡ്രെയിനേജിനകത്തു നിന്നാണ് ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. IB ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ആശങ്കയുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഉന്നതർ താഴെ തട്ടിലിറങ്ങി പ്രവർത്തിക്കണം ഈ ഘട്ടത്തിൽ എന്ന നിർദ്ദേശവും ഇന്ന് കോടതി നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി ഈ വിഷയം പരാമർശിക്കവേ, ഈ വിഷയം പരിഗണിക്കവേ വാക്കാലുള്ള ചില പരാമർശങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ, അതായത് വിദ്വേഷ പ്രസംഗം നടത്തിയവർക്കെതിരെ FIR ഇട്ട് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളുടെ കാര്യത്തിൽ കോടതി സ്വീകരിച്ച നിലപാട്, അത് ഡൽഹി ഹൈക്കോടതി ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു പരിഗണിക്കുമെന്നുള്ളതായിരുന്നു. സുപ്രീം കോടതി പക്ഷേ ഇന്ന് ജസ്റ്റിസ് KJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ബെഞ്ച് ഇന്ന് ഈ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അദ്ദേഹം വാക്കാൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് നോക്കാം. ഈ ഡൽഹിയിലെ കലാപങ്ങൾ മുഴുവനും അരങ്ങേറിയിട്ടുള്ളത് പോലീസിന്റെ കൺമുന്നിൽ വെച്ചിട്ടുള്ളതാണ് എന്നതാണ് കോടതി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഒരു പരാമർശം. പോലീസ് പ്രവർത്തിച്ചത് നിയമപ്രകാരമല്ല എന്നും കോടതി പറയുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇന്ന് ഈ നിലയ്ക്കായിരുന്നു. വാക്കാലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. കൂറ് പുലർത്തേണ്ടത് ഭരണഘടനയോട്, അതായത് സ്വതന്ത്രമായി, ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഡൽഹി പോലീസിൽ കാണുന്നത് ഒരു അൺപ്രൊഫഷണലിസമാണ്. അതായത് ഒരു തരത്തിലുമുള്ള പ്രൊഫഷണൽ സമീപനവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല
എന്നും സുപ്രീം കോടതി പറഞ്ഞു. അതിൽ കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കലാപങ്ങളോ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ UK-യിലെയും അമേരിക്കയിലെയും ഒക്കെ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടു പഠിക്കണം. അതല്ലാതെ പോലീസ് ഈ കാര്യത്തിൽ നോക്കുകുത്തികളായി മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സായി ഇരിക്കുകയല്ല വേണ്ടത് എന്നാണ്, നിശബ്ദ കാണികളായി ഇരിക്കുകയല്ല വേണ്ടതെന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിൽ നവീകരണം ആവശ്യമാണ് എന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റും കോടതി ഇന്ന് പറഞ്ഞു. കൂറ് പുലർത്തേണ്ടത് ഭരണഘടനയോടാണ്, അല്ലാതെ മറ്റ് അധികാര കേന്ദ്രങ്ങളോടല്ല എന്നതും സുപ്രീം കോടതി ഇന്ന് വാക്കാൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് നിർണായകമായിട്ടുള്ളത് കോടതി ഇടപെടലുകളാണ്. അതിനിടെ വടക്കു കിഴക്കൻ ഡൽഹിയിലെ കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം 23 ആയിട്ടുണ്ട്. 56 പോലീസുകാരടക്കം 200ഓളം പേർക്ക് പരിക്കുണ്ട്. 35 പേരുടെ നില ഗുരുതരമാണ്. 10 ഇടങ്ങളിൽ നിരോധനാജ്ഞ ഇപ്പോഴും തുടരുന്നുണ്ട്. 45 ട്രൂപ്പ് അർദ്ധ സൈനിക വിഭാഗത്തെ കലാപബാധിത മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം സമാധാന ശ്രമങ്ങൾക്കായി രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. MP പ്രദീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയുടെ വിശദാംശങ്ങൾ നൽകാൻ. പ്രദീപ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഡൽഹി കലാപത്തിന് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ടല്ലോ. ഏതാണ്ട് കലാപം കെട്ടടങ്ങിയ ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ ഈ കലാപം എങ്ങനെയുണ്ടായി? ഈ കലാപം ഉണ്ടായ സമയത്ത് ഡൽഹി പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചോ? സർക്കാരും ഭരണകൂടവും കൃത്യമായ ഇടപെടലുകൾ നടത്തിയോ? കലാപം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ആത്മാർത്ഥമായ ശ്രമം ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ തുടങ്ങിയ കാര്യങ്ങളിലാണല്ലോ ഇന്ന് സുപ്രീം കോടതി വാക്കാലും ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. കോടതി എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിച്ചത്? എന്താണ് കോടതിയുടെ നിരീക്ഷണവും കണ്ടെത്തലും? ഗോപികൃഷ്ണൻ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയുമാണ് ഈ കലാപവുമായി ബന്ധപ്പെട്ട, അതായത് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയ കപിൽ മിശ്ര അടക്കം BJP നേതാക്കൾക്കെതിരെ കേസ് എടുക്കണം എന്നുള്ളൊരു ആവശ്യം ഇന്നിപ്പോൾ പരിഗണിച്ചത്. എന്തായാലും ഈ ഒരു ഹർജികൾ രാവിലെ സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ അത് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാട് എടുക്കുകയായിരുന്നു. എങ്കിൽ പോലും ഡൽഹി പോലീസിനെതിരെ ചില വിമർശനങ്ങൾ ജസ്റ്റിസ് KM ജോസഫ് ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജസ്റ്റിസ് SK കൗളും ചില വിമർശനങ്ങൾ പറയുകയുണ്ടായി. അതായത് ഡൽഹി പോലീസ് കാര്യമായി ഉണർന്ന് പ്രവർത്തിച്ചില്ല. കാരണം ഇതിൻ്റെ ഘട്ടത്തിൽ തന്നെ അത് വളരെ കൃത്യമായി അതിൽ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കലാപം ഇത്രത്തോളം പടരില്ലായിരുന്നു എന്നൊരു കാര്യം ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് KM ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രമല്ല, കോടതി എടുത്തു പറഞ്ഞ ഒരു കാര്യം ഡൽഹി പോലീസിൻ്റെ പ്രൊഫഷണൽ സമീപനത്തെക്കുറിച്ചാണ്. അങ്ങനൊരു പ്രൊഫഷണൽ സമീപനം ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വഭാവവും ഡൽഹി പോലീസിന് കൈമോശം വന്നിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണവും ജസ്റ്റിസ് KM ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അതിനുശേഷമാണ് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് S മുരളീധർ ഈ ഒരു കേസ് പരിഗണിക്കുന്നത്, ഈ ഒരു ഹർജികൾ പരിഗണിക്കുന്നത്. അതായത് ഈ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയ നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം, നടപടി ഉണ്ടാകണം, ഇവർക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം, മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഈ പൊതുതാൽപര്യ ഹർജികളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഹർജികൾ പരിഗണിക്കവേ കോടതി ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കാരണം അത് കൂടുതൽ ആൾക്കാർ ഈ ഒരു പരാമർശങ്ങൾ ഏറ്റെടുക്കുകയും അത് മുദ്രാവാക്യമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിക്ക് കപിൽ മിശ്ര അടക്കമുള്ള BJP നേതാക്കളുടെ പ്രകോപന സ്വഭാവമുള്ള പ്രസംഗം കോടതി മുറിക്കുള്ളിൽ ഇട്ട് കേൾപ്പിക്കേണ്ടി വന്നത്. ഗോപികൃഷ്ണൻ, ഈ പ്രസംഗം, അതായത് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഡൽഹി പോലീസിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ വീഡിയോകൾ പരിശോധിച്ചതാണോ? ഈ പറഞ്ഞതുപോലെ നേതാക്കളും അനുരാഗ് ഠാക്കൂർ, കപിൽ മിശ്ര, ഒപ്പം പർവേഷ് വർമ്മ, അഭയ് വർമ്മ, ഈ 4 പേർക്കെതിരെയുള്ള ഈ ഒരു ആരോപണങ്ങൾ വരുന്നു, ഇവരുടെ പ്രസംഗങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്നു. നിങ്ങൾ ഈ പ്രസംഗങ്ങൾ പരിശോധിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പർവേഷ് വർമ്മയുടെയും അനുരാഗ് ഠാക്കൂറിൻ്റെയും പ്രസംഗങ്ങൾ മാത്രമാണ് പരിശോധിച്ചത് എന്നുള്ളതായിരുന്നു ഇവരുടെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു മറുപടി. തുടർന്നാണ് കോടതിക്ക് മുറിക്കുള്ളിൽ എല്ലാ നേതാക്കന്മാരും, അതായത് ഈ വിവാദത്തിലായ എല്ലാ BJP നേതാക്കളുടെയും പ്രസംഗങ്ങൾ അവിടെ പ്ലേ ചെയ്യുന്ന, അതായത് അവിടെ കോടതിയിൽ തന്നെ പ്രദർശിപ്പിച്ച് കോടതിയുടെ കമ്പ്യൂട്ടർ ഇട്ട് തന്നെ അത് കാണുന്ന ഒരു അവസ്ഥയുണ്ടായത്.
അതിനുശേഷം കോടതി ഇത് കണ്ട ശേഷം ചില കാര്യങ്ങൾ ചോദിച്ചു. അതായത് ഇങ്ങനെ ഈ പ്രസംഗങ്ങൾ ഇത് തങ്ങൾ നടത്തിയതല്ല, അല്ലെങ്കിൽ ഈ പ്രസംഗങ്ങൾ ഈ BJP നേതാക്കൾ നിഷേധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുണ്ടായി. ഈ സമയത്ത് ഹർജിക്കാർ പറഞ്ഞത് ഇത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് അഭിമാനത്തോടെ വീണ്ടും വീണ്ടും ഏറ്റു ചൊല്ലുകയാണ്. മാത്രമല്ല പ്രവർത്തകർക്കും അവർ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവർത്തകരും ഇത് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഈ സംഘർഷമുണ്ടാക്കുന്ന മട്ടിലുള്ള അല്ലെങ്കിൽ കലാപമുണ്ടാക്കുന്ന മട്ടിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഈ മുദ്രാവാക്യങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ടെന്നും ഈ ഹർജിക്കാർ പ്രധാനമായും ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഡൽഹി ഹൈക്കോടതി വളരെ സുപ്രധാനമായി ഈ നിരീക്ഷണം നടത്തുന്നതും. പ്രദീപ്, ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഡൽഹി പോലീസിന് വേണ്ടി ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായി. സാധാരണ നിലയിൽ സോളിസിറ്റർ ജനറലിന് അങ്ങനെ ഡൽഹി പോലീസിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, ഏത് ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്നത്? ഗോപികൃഷ്ണൻ, ഈ കേസിൽ പ്രധാനമായും ഡൽഹി പോലീസിനെയാണ് കക്ഷി ചേർത്തിരിക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ കമ്മീഷണർക്ക് വേണ്ടി, അതായത് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് വേണ്ടിയാണ് തുഷാർ മേത്ത കോടതിയിൽ ഹാജരായി എന്നത് ആദ്യം പറഞ്ഞത്. എന്നാൽ ഡൽഹി പോലീസിന് വേണ്ടിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയോ ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഹാജരാകണമെങ്കിൽ, കാരണം ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഹാജരായത് എന്നുള്ളതായിരുന്നു സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. അങ്ങനെ ഹാജരാകണമായിരുന്നെങ്കിൽ അതിന് ഡൽഹി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഡൽഹി സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഒരു അംഗീകാരം വേണം. അവരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരാളെ ഇതേപോലെ ചുമതലപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിലപാടാണ് ഡൽഹി സർക്കാരിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ പറഞ്ഞത്. എങ്കിൽ പോലും പിന്നീട് കോടതി സോളിസിറ്റർ ജനറലിനെ വാദം പറയാൻ അനുവദിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടിയും ഡൽഹി പോലീസിന് വേണ്ടിയും വാദം പറയാൻ അനുവദിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചതും ഈ ഒരു നിർദ്ദേശം, അതായത് ഈ വിവാദ പരാമർശങ്ങൾ അടങ്ങിയ ഈ പ്രസംഗങ്ങൾ, ഈ BJP നേതാക്കളുടെ പ്രസംഗങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർ കാണുകയും പ്രസംഗം കേൾപ്പിച്ച ശേഷം, ഈ വിവാദ പ്രസംഗം കേൾപ്പിച്ച ശേഷം ഡൽഹി പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ്? കോടതി ഇവർക്കെതിരെ FIR ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ എന്ത് നിലപാടാണ് കോടതിയിൽ ഡൽഹി പോലീസ് സ്വീകരിച്ചത്? ഗോപികൃഷ്ണൻ, ഡൽഹി ഹാജരായ സോളിസിറ്റർ ജനറൽ പ്രധാനമായും പറഞ്ഞത് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തേണ്ട കാര്യങ്ങളുണ്ട്, കൂടുതൽ തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്, അതിന് കൂടുതൽ സമയം എടുക്കും. അങ്ങനെ സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തരമായി FIR എടുക്കണമെന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കുകയില്ല. കാരണം പരിശോധനകൾ കൃത്യമായി നടത്തിയതിനു ശേഷം മാത്രമേ FIR എടുക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടാണ് ഡൽഹി പോലീസ് സ്വീകരിച്ചത്. ഇത് കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം കോടതി പ്രധാനമായും പറഞ്ഞത് ലളിതകുമാരി കേസിലെ വിധിയാണ്. കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശം. ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ ഡൽഹി പോലീസ് പാലിക്കണം, ഡൽഹി പോലീസ് കമ്മീഷണർ പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് S മുരളീധർ വളരെ കൃത്യവും കണിശവുമായൊരു നിലപാടാണ് ഇന്ന് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ശരി പ്രദീപ്, ഇപ്പോൾ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ സാഹചര്യം എങ്ങനെയാണ്? സംഘർഷത്തിന് അയവുണ്ടാകുന്നു എന്നാണല്ലോ ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ നില? ഇപ്പോൾ അവിടെ ഇന്നിപ്പോൾ സംഘർഷത്തിന് വലിയ തോതിൽ തന്നെ ഒരു അയവുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇന്ന് കാര്യമായിട്ടുള്ള ഒരു സംഘർഷങ്ങളൊന്നും വലിയ തോതിൽ ഉള്ള, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ തോതിലുള്ള സംഘർഷങ്ങളൊന്നും തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലെത്തുമ്പോഴും അദ്ദേഹത്തിനോട് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. ചിലർ പൊട്ടിത്തെറിക്കുന്നു, ചിലർ പൊട്ടിക്കരയുന്നു, പലരും വീട് നഷ്ടപ്പെട്ടതിൻ്റെയും വാഹനങ്ങൾ തകർത്തതിൻ്റെയും ഒക്കെ ആവലാതികൾ പറയുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്, അത് നശിപ്പിക്കപ്പെടുന്നു. അതുപോലെ വീടിൻ്റെ അവസ്ഥ കയറി കാണാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ജനങ്ങൾ അവരുടെ ഒരു പരാതികളും അവരുടെ വിഷമങ്ങളും എല്ലാം തന്നെ ഈ അജിത് ഡോവലിനോട് പങ്കുവയ്ക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഡൽഹിയുടെ വടക്കിഴക്കൻ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കാര്യമായ
അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും ഈ ശരി, മരണനിരക്ക് പ്രദീപ് ഉയരുന്നു കുമാർ ഞങ്ങളുടെ എന്നുള്ളതാണ്. പ്രതിനിധിയാണ്. ഇന്നത്തെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ കോടതി ഇടപെടൽ സംബന്ധിച്ചും ഡൽഹി വടക്കുകിഴക്കൻ ഡൽഹിയിലെ നിലവിലെ സാഹചര്യം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയുടെ മൃതദേഹം ചാന്ദ്ബാഗിലെ അഴുക്കുചാലിൽ നിന്നാണ് കണ്ടെത്തിയത്. കലാപം തടയാൻ ശ്രമിച്ചതിനാണ് അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ 24നോട് പറഞ്ഞത്. ക്രൂരമായാണ് മകനെ കൊലപ്പെടുത്തിയത്. ഒരു സംഘടനയുമായും മകന് ബന്ധമുണ്ടായിരുന്നില്ല എന്നും മാതാപിതാക്കൾ പറഞ്ഞു. അവരുടെ പ്രതികരണം കാണാം. सर लड़का ड्यूटी था सर, यहाँ देखने के ऐसे देख रहा था बच्चा, उसे पकड़ कर सर अंदर ले गए ताहिर बिल्डिंग में। ताहिर के गुंडे थे वे सर अचानक ले गए पड़ कर उसे काट दिया सर लड़के। तलवार छुरी कट्टे जो भी था सर उन्होंने मारा और तेजाब वगैरह बच्चे के ऊपर वो काट कर नाले में फेंक दिया सर। हमें तो आज पता लगा सर उसका भाई यहाँ पड़ा है। फिर हमने पुलिस को रिपोर्ट करके वहाँ पुलिस ACB आया, उन्होंने कटवाई। फिर पोर्ट मास्टर विलियम GTV भेजा सर। वो 5 बजे उसे 5 बजे ही काट दिया, तो पकड़ते ही काट दिया उन्होंने, ले जाके पकड़ से ही काट दिया। मेरी तो किसी से लड़ाई नहीं, किसी से चूस नहीं, किसी कोई वो नहीं, मेरा बच्चा क्यों काटा। കലാപം പൊട്ടിപ്പുറപ്പെട്ട വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ചാന്ദ്ബാഗിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രാധാകൃഷ്ണനുണ്ട്. രാധാകൃഷ്ണനോടാണ് നേരത്തെ അങ്കിത് ശർമ്മയുടെ മാതാപിതാക്കൾ സംസാരിച്ചത്. രാധാകൃഷ്ണൻ, ഇപ്പോൾ ചാന്ദ്ബാഗിൽ അടക്കം സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? IB ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ചാന്ദ്ബാഗിലെ ഒരു ഡ്രെയിനേജിൽ നിന്നാണല്ലോ കണ്ടെത്തിയത്. ആ മരണം കൊലപാതകമാണ്, ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ 24നോട് പ്രതികരിച്ചത്. എന്താണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം? എന്താണ്, എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഗോപി സൂചിപ്പിച്ചതുപോലെ, മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഒരു സംഘടനയോടും ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തിയ സമയത്ത് സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളാണ് ഇങ്ങനെ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ പോകുന്നു, അത്യാവശ്യമായി പോലീസിനെ അറിയിക്കണം, ഇദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അറിയിക്കണം, ഇത് തടയണം എന്നാവശ്യപ്പെട്ടത്. ഇങ്ങനെ ഈ വന്ന സമീപത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. പോലീസിനെ അറിയിച്ചിരുന്നു, പക്ഷേ അവരെത്തുന്നതിന് മുമ്പേ ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി അദ്ദേഹം എത്തുകയും ഈ 2 സംഘങ്ങളോടും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. സംസാരിച്ചത് വളരെ കൃത്യമായിട്ട് ഒരു വിധത്തിലും സമാധാനത്തിന് ഭംഗമുണ്ടാക്കരുതും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഇതിൽ ഒരു സംഘം അദ്ദേഹത്തെയും ഈ യുവാക്കളെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. 4 പേരുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഗോപിക്ക് എനിക്ക് ഈ കനാൽ അല്ലെങ്കിൽ ആ തോട് കാണിച്ചു തരാനായി സാധിക്കും. മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ തോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയത്. കൈ മാത്രം മുകളിലേക്ക് വന്ന നിലയിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ തോട്ടിൽ ഉണ്ടായിരുന്നത്. ഈ തോട്ടിൽ ഉണ്ടായിരുന്ന മൃതശരീരമാണ് അദ്ദേഹം പിന്നീട് കണ്ടെത്തിയത്. ഏതാണ്ട് ഇന്ന് ഒരു ഉച്ച സമയത്തോടു കൂടിയാണ് ഇത് ഇവിടെയുള്ള പ്രദേശവാസികൾ കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്ന് അവർ പോലീസിനെ അറിയിച്ച് പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഇത് ഈ IB ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കിതാണ് എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യുവാക്കളെയും സമാനമായിട്ട് കൊലപ്പെടുത്തി ഈ തോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് എന്നാണ് ഇത് കണ്ടു നിന്ന ചിലർ പിന്നീട് പോലീസിനെ അറിയിച്ചത്. അങ്ങനെ മൊത്തം 4 യുവാക്കളെങ്കിലും ഈ തോട്ടിൽ ഇതിന് ക്രൂരമായിട്ടുള്ള ഹത്യയ്ക്ക് വിധേയരായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അങ്കിത്തിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇപ്പോഴും അവർ ഈ വാർത്ത വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു നിലപാടാണ് അവർ അറിയിച്ചത്. തങ്ങളുടെ മകൻ കൊലപ്പെട്ടത് ഒരു സംഘടനയുടെ പിൻബലവും തങ്ങളുടെ മകനും ഉണ്ടായിരുന്നില്ല. ഒരു സംഘടനയും ശരി രാധാകൃഷ്ണൻ, വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ചാന്ദ്ബാഗിൽ നിന്നാണ് IB ഉദ്യോഗസ്ഥന്റെ മൃതദേഹം അവിടെ ഒരു തോട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇനിയും 4 പേരെ കാണാനില്ലായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ അവരെല്ലാം ഈ തോട്ടിൽ മരിച്ചു കിടക്കുന്നുണ്ട് എന്നാണ് ദൃക്സാക്ഷി പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. ചാന്ദ്ബാഗിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി രാധാകൃഷ്ണൻ ഈ വിശദാംശങ്ങളൊക്കെ തന്നെ നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ സമാധാനം ഉണ്ടായിട്ടുണ്ട്. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് അങ്കിത് ശർമ്മയ്ക്ക് തന്റെ ജീവൻ നഷ്ടമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിൽ നിന്ന്. ഡൽഹിയിലെ കലാപം
ആസൂത്രിതമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണം. BJP സൃഷ്ടിച്ച വെറുപ്പിന്റെ ഫലമാണ് കലാപമെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. സംഘർഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നും പ്രവർത്തക സമിതിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് അധ്യക്ഷ പറഞ്ഞു. पिछले इतवार से देश के गृह मंत्री कहाँ थे और वो क्या कर रहे थे? नंबर 2, पिछले इतवार से दिल्ली के मुख्यमंत्री कहाँ थे और क्या कर रहे थे? नंबर 3, दिल्ली चुनाव के बाद इंटेलिजेंस एजेंसी के द्वारा क्या जानकारी दी गई और उन पर क्या कार्रवाई हुई? पिछले इतवार से അതേസമയം പ്രശ്നം കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നായിരുന്നു BJPയുടെ മറുപടി. लेकिन कांग्रेस की ऐसे टिप्पणियों से पुलिस का मनोबल गिरता है। वो जिस तरह से राजनीति कर रहे हैं, इससे पुलिस के मनोबल पर प्रभाव होता है विपरीत। और इसलिए हम अभी भी अपील करेंगे कि इस पर राजनीति ना करें। सबका एकमात्र अभी काम है कि हिंसा पूरी तरह से रुके और एक शांति स्थायी हो। चर्चा के लिए तो संसद का सत्र है। ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാധാന മാർച്ച്. ഗാന്ധി സ്മൃതിയിലേക്ക് നടത്തിയ മാർച്ച് ജൻപത്ത് റോഡിൽ പോലീസ് തടഞ്ഞു. വിശദാംശങ്ങൾ വൈശാഖ് ശ്രീധരൻ നൽകും. വൈശാഖ്, വളരെ ശക്തമായ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് ആസൂത്രിതമാണ്, അമിത്ഷാ രാജിവെക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നു. എന്തായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ഡൽഹി സർക്കാർ ചെയ്തത്? ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എന്തായിരുന്നു? തുടങ്ങിയ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ സമാധാന മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണല്ലോ. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ജൻപത്തിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ ശാന്തി യാത്ര, അതായത് സമാധാന പീസ് യാത്ര പോലീസ് തടഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ശാന്തി യാത്രയുമായി കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോയത്. പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ ശാന്തി മാർച്ചിൽ പങ്കെടുത്തത്. എന്നാൽ അവരെ ജൻപത്ത് റോഡിൽ വെച്ച് നിന്ന് പോലീസ് തടയുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്നുകൊണ്ട് അവർ ഗാന്ധിയെ സ്മരിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു ചെറിയ രീതിയിൽ തന്നെ അവിടെ ചെറിയൊരു പരിപാടി നടത്തുകയും ചെയ്തു. അവിടെ ഗാന്ധിയുടെ ഓർമ്മകൾ പുതുക്കുന്ന അല്ലെങ്കിൽ അത് സമാധാനത്തിനുള്ള ചില മുദ്രാവാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് മുഴക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പിന്നീട് അവിടുന്ന് അവർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വൈശാഖ ശ്രീധരൻ ഞങ്ങളുടെ പ്രതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സമാധാന മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് വൈശാഖ് ശ്രീധരൻ നൽകിയത്. ഇതോടെ വാർത്തകൾ വിശദമായി ഇവിടെ പൂർണ്ണമാവുകയാണ്.